ആളുകളുടെ ഒരു ധാരണയുണ്ട് ഫുട്ബോളിൻ്റെ സമയത്ത് ആ സമയത്താണ് പുതിയ CMD ഉൾപ്പെടെയുള്ള ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. അവർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടാവുന്ന പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമുക്കുള്ളൊരു കാര്യം നമ്മൾ വില കൂട്ടി കൊടുക്കാൻ കഴിയില്ല, കാരണം അതിന് സെൻട്രൽ റെഗുലേഷനുണ്ട്. 10 കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. വളരെ മത്സരാധിഷ്ഠിതമാണ് ആ പർച്ചേസ്. എങ്കിൽ പോലും പരമാവധി ക്രമീകരിക്കാൻ നോക്കുന്നുണ്ട്. ആളുകളുടെ ഒരു ധാരണയുണ്ട് ഫുട്ബോളിൻ്റെ സമയത്ത് ആ സമയത്താണ് അവൈലബിലിറ്റി കുറവ്. നേരത്തെ നമുക്ക് സംഭരിക്കാനുള്ള സംവിധാനങ്ങളായിട്ടില്ല. നമുക്ക് ബാറ്ററി സ്റ്റോറേജ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പകൽ സമയത്ത് സോളാർ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ആ സോളാർ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമുക്കത് രാത്രിയിലേക്ക് പ്രിസർവ് ചെയ്യാനുള്ള ടെക്നോളജി ഇതുവരെ കേരളത്തിൽ അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല. 1-2 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് കൂടുതലായിട്ടുള്ള ടെക്നോളജിയും പുതിയ സംരംഭങ്ങളും ആവശ്യമാണ്. അത് നമ്മൾ എത്രയും വേഗം നടപ്പിലാക്കാൻ കാര്യക്ഷമമായിട്ട് പരിശ്രമിക്കുകയാണ്. ജനങ്ങൾ ആവശ്യമില്ലാതെ വൈദ്യുതി ഉപയോഗിക്കരുത്. ഉപയോഗത്തിൽ ഒരു അവരവരുടേതായ സ്വയം നിയന്ത്രണം വേണം. ഞാൻ എൻ്റെ വീട്ടിലെ ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ക്ലിഫ് ഹൗസിനടുത്തുള്ള അശോകയില താമസിക്കുന്നത്. ഞാൻ താമസം തുടങ്ങിയ മുതൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫാക്കുന്നുണ്ട്. ഇന്നലെ കണ്ടു, ഒരു ചാനലിൽ കണ്ടു, ഒരു മുനിസിപ്പൽ ഓഫീസിൽ തന്നെ വൈദ്യുതിയുടെ ദുരുപയോഗം. അത് തടയാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തൽക്കാലത്തെ ഈ പ്രയാസം മറികടക്കാൻ വേണ്ടി കഴിയുന്നത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.